അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദിക അല്ലത്തി അദ്രിക്നി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ചിന്ത എല്ലാം ഒരു നല്ല അമലായിട്ട് അള്ളാഹു സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, മെയ് 1 ആയിരുന്നു ഇന്നത്തെ നമ്മുടെ പകൽ. നിങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും, മെയ് 1 ലോക തൊഴിലാളി ദിനമായിട്ട് ആചരിക്കുകയാണ്. അഥവാ 1886 അമേരിക്കയിലെ ചിക്കാഗോയിൽ 8 മണിക്കൂർ തൊഴിൽ സമയം ആവശ്യപ്പെട്ട് തൊഴിലാളികൾ നടത്തിയ സമരവും അതിനെ തുടർന്നുണ്ടായ ഹേമാർക്കറ്റ് പ്രക്ഷോഭമാണ് മെയ് ദിനത്തിൻ്റെ പ്രധാന ചരിത്രം. ആ ഒരു ചരിത്ര പശ്ചാത്തലം അങ്ങനെയാണ്. അതിൻ്റെ ആ ഒരു ചരിത്രത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ അതിൻ്റെ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന ഒരു വിവരമാണ് ഇത്. അതായത് തൊഴിലാളി വർഗത്തിൻ്റെ പോരാട്ട വീര്യത്തിൻ്റെയും അവകാശ നേട്ടങ്ങളുടെയും പ്രതീകമായി അന്താരാഷ്ട്ര സോഷ്യലിസ്റ്റ് കോൺഫറൻസ് 1889 ഈ ദിവസം അഥവാ മെയ് 1 ഔദ്യോഗികമായി തൊഴിലാളി ദിനമായിട്ട് പ്രഖ്യാപിച്ചു. അന്ന് മുതൽ ഇന്നോളം അതിനെ ആ ഒരു രീതിയിലാണ് ലോകത്തുള്ള ആളുകൾ, പ്രത്യേകിച്ച് തൊഴിലാളി പ്രസ്ഥാനങ്ങളും അതുമായി ബന്ധപ്പെട്ട സംഘങ്ങളും ഒക്കെ കാണുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, തൊഴിലാളികളോട് സമൂഹം കാണിക്കുന്ന ഒരു താല്പര്യവും താല്പര്യക്കുറവും രണ്ടും ഈ ഒരു വിഷയത്തിൽ നാം ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഇസ്ലാം 1400 വർഷങ്ങൾക്ക് മുമ്പ് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ഒരു സന്ദേശം, തൊഴിൽ കഴിഞ്ഞാൽ അവൻ്റെ വിയർപ്പ് ഉണങ്ങും മുമ്പ് അവനിക്ക് നിങ്ങൾ കൂലി കൊടുക്കുന്നവനാണ് ഏറ്റവും നല്ലവനെന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. റസൂലുള്ള പറഞ്ഞൊരു ചരിത്ര സംഭവത്തെ ഓർക്കുകയാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോടൊരു 3 പേരുടെ ചരിത്രം പറയുന്ന ഒരു ഹദീസുണ്ട്. ഹദീസ് വിശദീകരിക്കലല്ല നമ്മുടെ ലക്ഷ്യം. ആ 3 പേരും യാത്രാ മധ്യേ ഒരു ഗുഹയിൽ അഭയം പ്രാപിക്കുകയും അവരുടെ ഗുഹാമുഖത്ത് വലിയൊരു പാറക്കല്ല് വന്ന് അടയുകയും ചെയ്തു. അങ്ങനെ ആ പാറക്കല്ലിൽ നിന്ന്, ആ ഗുഹയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്കൊരു വഴിയുണ്ടായിരുന്നില്ല. അവർ മരണം ഉറപ്പിച്ച ആ ഒരു സമയത്ത് അവർക്ക് ഒരു മനസ്സിലൊരു ആശയം വരികയാണ്. നല്ല ആളുകൾക്കൊരു ഇൽഹാം വരുമല്ലോ, ഒരു നല്ലൊരു തോന്നൽ. ആ ഒരു തോന്നലിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഉണ്ടായതിങ്ങനെയാണ്, നമ്മൾ ചെയ്ത നന്മകൾ എടുത്തു വെച്ച് നമ്മൾ തവസ്സുൽ ചെയ്തുകൊണ്ട് ദ്വാരക്ക. ആ 3 പേരും 3 കാര്യങ്ങളാണ് അവർ മുമ്പിൽ വെച്ച് ദുആ ചെയ്തത്. ഇപ്പോൾ നമ്മളത് വിശദീകരിക്കില്ല. നമ്മൾ ഈ ചാനൽ തന്നെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ഹദീസിൻ്റെ വിശദീകരണവും ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിൽപ്പെട്ട ഒരാൾ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: അല്ലാഹുവേ, എനിക്ക് കുറേ തൊഴിലാളികൾ എൻ്റെ കീഴിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഓരോ ദിവസം അവർക്ക് കൂലി കൊടുക്കും. ഒരു ദിവസം ഒരു തൊഴിലാളി ഞാൻ കൂലി കൊടുത്തപ്പോൾ എൻ്റെ കൂലി എനിക്ക് പോരാ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരിഷ്ടമില്ലാതെ കൂലി വാങ്ങാതെ പോയി. ഞാൻ ആ കൂലി എന്ത് ചെയ്തു? അത് ഞാൻ അതുകൊണ്ട് ബിസിനസ് ചെയ്ത് അയാളുടെ കൂലിയിൽ നിന്ന് ധാരാളം സമ്പത്ത് എനിക്കുണ്ടായി. ഞാൻ അതെല്ലാം പ്രത്യേകമായിട്ട് മാറ്റിവെച്ചു. കാരണം അയാളുടെ അവകാശമാണ്, അയാളുടെ ഹക്കാണ്. അത് അയാൾ എപ്പോൾ ചോദിച്ചാലും കൊടുക്കണം. പക്ഷേ ഞാനവിടെ ചിന്തിച്ചത് ഇങ്ങനെയാണ്, വെറുതെ ആ സമ്പത്ത് ഇട്ട് അത് ആരും ഉപയോഗമില്ലാത്ത ഒരവസ്ഥയിലാക്കിയിട്ട് കാര്യമില്ലല്ലോ.
അത് ബിസിനസ് ചെയ്യുമ്പോൾ അതിൻ്റെ ലാഭവും അദ്ദേഹത്തിന് കൊടുക്കണം. മൂലധനവും ലാഭവും ഒക്കെ അദ്ദേഹത്തിൻ്റെതാണ്, അവകാശപ്പെട്ടതാണ്. ഞാനെന്തിനാ പിന്നെ ചെയ്തൊരു സേവനം. അങ്ങനെ അദ്ദേഹം കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ് വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, എൻ്റെ കൂലി നിങ്ങൾ എടുക്കലുണ്ട്, എനിക്ക് തിരിച്ചു തരണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കൂലിയിൽ നിന്നുണ്ടായ സമ്പാദ്യം വലിയ ഒരു മലഞ്ചെരുവ് നിറയെ മൃഗങ്ങളും അതുപോലെ കന്നുകാലികളൊക്കെയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഈ മൃഗങ്ങളൊക്കെ, ഈ ആടുമാടുകൾ, അതാണ് മൃഗങ്ങൾ ഉദ്ദേശിച്ചത്, അതൊക്കെ നിൻ്റെതാണ്, നിൻ്റെ കൂലിയിൽ നിന്നുണ്ടായതാണ്, നീ എടുത്തു കൊണ്ടുപോയിക്കോ. അപ്പം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്നെ പരിഹസിക്കണ്ട, എൻ്റെ കൂലി അത്രയൊന്നും ഉണ്ടാവില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു, നിൻ്റെ കൂലിയിൽ നിന്നുണ്ടായതാണ്, നീ കൊണ്ടുപോയിക്കോ, എനിക്ക് സന്തോഷമുള്ളൂ. അങ്ങനെ അദ്ദേഹം സന്തോഷത്തോടെ അതിനെയൊക്കെ തെളിച്ച് കൊണ്ടുപോയി അദ്ദേഹം. അപ്പോൾ ഈ മനുഷ്യൻ പറയാം, പഠിച്ചോനെ, ഞാൻ ഈ ചെയ്തൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ കൂലി വാങ്ങാതെ അദ്ദേഹം പോയി ആ കൂലി കൊണ്ട് ഞാൻ ബിസിനസ് ചെയ്ത് അതിൽ വലിയ സമ്പാദ്യം ഉണ്ടായി. ആ സമ്പത്തിൽ അദ്ദേഹത്തിന് ഞാൻ കൊടുത്തു, ഞാനൊന്നും എടുത്തില്ല, മുഴുവനും അദ്ദേഹം വന്ന് ചോദിച്ചപ്പോൾ കൊടുത്തു. ഞാനീ ചെയ്തത് സാലിഹായ ഒരു പ്രവർത്തനമാണെങ്കിൽ ഞങ്ങളിതിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് ദുആ ചെയ്തപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, ആ പാറക്കല്ല് നീങ്ങി. 3 പേരും ദ്വാരക്കുമ്പോൾ പാറക്കല്ല് അല്പാൽപ്പായി നീങ്ങി. 3-ാമത്തെ ആൾ ദ്വാരന്നപ്പം മുഴുവനായിട്ടും നീങ്ങി. അവരാ പാറക്കല്ലിൽ നിന്ന് രക്ഷപ്പെട്ടു. അവർക്ക് വിജയമുണ്ടായി. തവസ്സുൽ ചെയ്ത് ദുആ ചെയ്തു. തവസ്സുൽ ചെയ്യാൻ അവരുപയോഗിച്ചത് അവർ ചെയ്തു പോയ നന്മകളാണ്. മറ്റു രണ്ടും ഞാൻ ഇപ്പോൾ വിശദീകരിക്കേണ്ട, സമയത്തിൻ്റെ വീഡിയോയുടെ ദൈർഘ്യം കൂടുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് ഞാൻ അത് വിശദീകരിക്കണില്ല. എന്ന് മാത്രമല്ല, നേരത്തെ ആ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന്, പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും തൊഴിലാളികളോട് നമ്മൾ കാണിക്കേണ്ടുന്ന ഒരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പഠിപ്പിച്ചത്. നല്ലൊരു അടയാളമായിട്ടാണ് കണ്ടത്. ആ മനുഷ്യൻ ജീവിതത്തിൽ ചെയ്തൊരു നന്മ എടുത്തു പറയാൻ അദ്ദേഹത്തിന് ഉണ്ടായത് അതാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തൊഴിലാളികളോട് വളരെ മാന്യമായിട്ട് പെരുമാറണം നമ്മൾ. അവരൊരിക്കലും പീഡിപ്പിക്കാൻ പാടില്ല. അവർ ചെയ്ത കൂലിക്ക്, അവരോട് വാഗ്ദാനം ചെയ്ത കൂലി നമ്മൾ കൊടുത്തിരിക്കണം. ഒരിക്കലും അവർ പണി കഴിഞ്ഞിട്ട് നീക്ക് ഇത്ര കൂലിയേ തരുള്ളൂ എന്ന് പറയുന്ന ഒരു ചുറ്റുപാടുണ്ടാകരുത്. അങ്ങനെയാണ് തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഉണ്ടായതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് തൊഴിൽ ചെയ്ത് കൃത്യമായ ഒരു കൂലി അവർക്ക് കൊടുക്കാതെ വന്നപ്പോൾ അവർ സംഘടിച്ചു, അവർക്ക് തങ്ങളുടെ അവകാശം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് കമ്മ്യൂണിസം പോലും വളർന്നത് എന്നാണ് എൻ്റെ ഒരു ചെറിയ വിവരം. ഇനി ആരെങ്കിലും ഇതിനേക്കാൾ അറിവുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. എൻ്റെ വിവരമാണ് പറഞ്ഞത്. എന്തുകൊണ്ട്? തൊഴിലാളികളെ പീഡിപ്പിച്ചു, തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുത്തില്ല, തൊഴിലാളികളെ ഒരു അവജ്ഞയോടെ അവരെ കാണുകയും അവരെ വളരെ മോശമായിട്ട് അവർ പെരുമാറുകയും ചെയ്തപ്പോൾ അതിൽ നിന്ന് ഒരു മാറ്റം എന്ന നിലക്ക് തൊഴിലാളികൾ എക്കാലത്തും എവിടെയും സംഘടിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലുണ്ട്, എവിടെയുണ്ട്. അതവരുടെ അവകാശമാണ്, അവർക്ക് കിട്ടേണ്ട അവകാശമാണ്. നമ്മൾ ഔദാര്യമല്ല എന്ന് പ്രത്യേകം മനസ്സിലായി. ഈ സമയത്ത് നമുക്ക് പറയേണ്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിച്ചത്. അപ്പോൾ മാത്രമല്ല, തൊഴിലിൻ്റെ പ്രത്യേകത കൂടെ പറയണമല്ലോ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൊഴിലിന് വലിയ പ്രത്യേകത കൊടുത്തിട്ടുണ്ട്. കൈത്തൊഴിലിനാവട്ടെ, ഏതൊരു തൊഴിലിനാവട്ടെ അതിൻ്റേതായൊരു പ്രത്യേകത ഉണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അമലു റജുലി ബിയദി വകുല്ലു ബൈഇൻ മബ്റൂർ. നിങ്ങളെ കൈകൊണ്ട് ചെയ്യുന്ന ആ കൈത്തൊഴിലുകൾ, ആ കൈത്തൊഴിലുകൾ അതാണ് ഏറ്റവും നല്ല ഒരു ജീവിതമാർഗം. എന്നാൽ നല്ല കച്ചവടമോ അതും നല്ലതാണ്. വഞ്ചിക്കാത്ത, ആർക്ക് ആ ചതിയിൽപ്പെടാത്ത, കുറ്റകരമല്ലാത്ത കച്ചവടങ്ങളൊക്കെ പറ്റും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പകാലത്ത് ആടിനെ മേക്കുന്ന ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. റസൂല പിന്നെ കച്ചവടം ചെയ്തതായിട്ടും കാണാൻ പറ്റും. റസൂലുള്ളാഹിൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു സംഭവമാണല്ലോ നബിതങ്ങൾ ഷാമിലേക്ക് കച്ചവടത്തിന് പോയത്. അപ്പം ആ മുഴുവൻ പ്രവാചകന്മാരും അവർ തൊഴിലുകൾ ചെയ്തിട്ടുണ്ട്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം കപ്പൽ നിർമ്മിച്ചതായിട്ട് കാണാൻ സാധിക്കും. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം ആ പടയങ്കി നിർമ്മിച്ചതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാം തുണിക്കച്ചവടം നടത്തിയതായിട്ട് കാണാൻ സാധിക്കും. മൂസാ നബി അലൈഹി സ്വലാം ആട് മേய்ച്ചതാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റുമല്ലോ. ഇങ്ങനെ ഈ വിധങ്ങളായ പ്രവാചകന്മാരൊക്കെ അവരൊക്കെ
തൊഴിലുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തൊഴിലൊന്നും മോശമല്ല, അതൊക്കെ ചെയ്യാം. എന്ന് മാത്രമല്ല, തൊഴിൽ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കലാണ് ഏറ്റവും നല്ലതെന്നാണ്. അത് മറ്റൊരാളോട് യാചിച്ചുകൊണ്ട് ജീവിക്കുന്ന രീതിയല്ല ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളതും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതും. റസൂലുള്ളാഹിൻ്റെ മുമ്പിൽ ഒരാൾ വരികയാണ്, എനിക്കെന്തെങ്കിലും തരണമെന്ന് പറഞ്ഞ് യാചിച്ചുകൊണ്ട് വന്നപ്പോൾ ആ മനുഷ്യൻ്റെ മുഖത്ത് നോക്കുമ്പോൾ അയാളൊരു യുവാവാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, സഹാബത്തിനോട് പറഞ്ഞു, ആരുടെയെങ്കിലും കയ്യിൽ മഴ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരാൾ മഴ കൊണ്ടുവന്നു കൊടുത്തു. ആരുടെയെങ്കിലും കയ്യിൽ അതിനൊരു തായ വേണം, അപ്പോൾ അതും എത്തി. അപ്പോൾ ഈ മഴുവിന് തായിട്ട് കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ മലൻ്റെ മുകളിൽ പോയിട്ട് വിറക് വെട്ടിയിട്ട് ആ വിറക് അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന സമ്പാദ്യം കൊണ്ട് നിങ്ങൾ ജീവിക്കലാണ് ഏറ്റവും അഫ്ളൽ, ഏറ്റവും മഹത്വം. ആ ഒരു കാശാണ്, ആ ഒരു സമ്പാദ്യമാണ് ഏറ്റവും ബർക്കത്ത് എന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ചരിത്രത്തിൽ കാണാം. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളുകളെങ്ങനെ മുസാഫഹത്ത് ചെയ്തപ്പോൾ, ഒരു യുവാവിനെ മുസാഫഹത്ത് ചെയ്തപ്പോൾ കൈയൊക്കെ നല്ല തഴമ്പിച്ചു പോയ കൈകൾ പുണ്യ റസൂലുള്ളാഹിൻ്റെ കൈയുമായി സ്പർശിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഈ കൈ അധ്വാനിക്കുന്ന ഒരു തൊഴിലാളിയുടെ കൈയാണല്ലോ, ഇത് നല്ല നിയത്തോടു കൂടെയാണെങ്കിൽ ഇത് മതി സ്വർഗത്തിൽ പോകാൻ എന്ന് പഠിപ്പിച്ചതായിട്ട് ചരിത്രത്തിലൊക്കെ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തൊഴിലാളികൾക്ക് വലിയ അംഗീകാരവും അവർക്ക് വലിയ പവറും ഒക്കെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ലോകവും അങ്ങനെ തന്നെയാണ്. അവരോട് നമ്മുടെ രാജ്യവും നമ്മുടെ ഭരണഘടനാ സംവിധാനങ്ങളും ഒക്കെ തൊഴിലാളികളോട് പ്രത്യേകമായിട്ട് അവർക്കൊക്കെ വലിയ സൗകര്യങ്ങളും പരിരക്ഷയും ഒക്കെ നൽകുകയും ചെയ്യുന്നുണ്ട്, നൽകുകയും വേണം. കാരണം അവരൊക്കെ തങ്ങളുടെ കുടുംബത്തിൻ്റെ അന്നത്തിനു വേണ്ടി ജോലി ചെയ്യുന്നവരാണ്. അവരെ പരിഗണിക്കേണ്ടത്, അവർക്ക് അതിൻ്റേതായ സംരക്ഷണം കൊടുക്കേണ്ടത് രാജ്യത്തിൻ്റെ ബാധ്യതയാണ്. അതുപോലെ ഭരണഘടനയുടെ ഭരണഘടനയുടെ പെട്ടതാണ്, നമുക്ക് അത് ചെയ്യേണ്ടതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട ചിന്തകൾ ഇന്നത്തെ ദിവസം നമ്മളൊക്കെ ഇറക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. എല്ലാവരും ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.